കെട്ടുറപ്പിന്റെ മുന്നേറ്റമാണ് എറണാകുളത്തുണ്ടായതെന്ന് ഹൈബി ഈഡൻ പ്രതികരിക്കുന്നു. എത്രത്തോളം സന്തോഷമുണ്ട് ഈ സമയത്ത്? അല്ല, ഒരു രാഷ്ട്രീയപരമായ ഒരു കാലാവസ്ഥ അനുകൂലമായത് കൂടാതെ ഒരു ചിട്ടയായ പ്രവർത്തനം എറണാകുളത്തെ UDFൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 5 വർഷത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി. എല്ലാം വളരെ കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചും ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളുടെ ഒരു വലിയ സ്നേഹവും പിന്തുണയും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇതായിട്ട് പ്രതിഫലിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്തൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ അനുകൂലമായിട്ട് വർത്തിച്ചു? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയൊരു വികാരം, ഒരു മതേതര സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്ന ജനങ്ങളുടെ ചിന്തയും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരവും എല്ലാം പ്രതിഫലിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് നന്നായി ഇടപെടാനും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി എൻ്റെ 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കാരണമാക്കിയത് 5 വർഷം പ്രവർത്തിച്ചത് കൂടി എൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതെല്ലാം എല്ലാ ഘട്ടങ്ങളിലും എല്ലാ രീതിയിലുമുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടായി. അത് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമായ എറണാകുളത്ത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയത്തിലേക്ക് പോകുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. NDAയുടെ മുന്നേറ്റം ഒരു വശത്ത് നടക്കുന്നു, അതിന് എങ്ങനെ കാണും? അല്ല, പാർട്ടി വളരെ കൃത്യമായി പരിശോധിക്കേണ്ട ഒന്നാണ്. കേരളത്തിൻ്റെ മണ്ണിൽ ഒരിക്കലും വർഗീയ ശക്തികൾക്ക് ഇടമുണ്ടായിരുന്നില്ല. BJP പോലുള്ളൊരു സംഘടനയ്ക്ക് വേരോട്ടമില്ലാത്ത പല സീറ്റുകളിലും അവർക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടാക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. അത് തീർച്ചയായിട്ടും പാർട്ടി അത് കൃത്യമായി പരിശോധിക്കുകയും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇതൊരു വ്യക്തമായ ഒരൊറ്റപ്പെട്ട വിജയമാക്കി കണക്കാക്കണം. എന്നാൽ അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതും കേരളത്തിൻ്റെ മതേതരകാംക്ഷികളായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ എങ്ങനെ ചിന്തയുണ്ടായി എന്നുള്ളതും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ BJPയുടെ മുന്നേറ്റം കാണുന്ന പല സ്ഥലത്തും CPM BJP ഉണ്ടായിരുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ട് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണ്. അവരുടെ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ട് ഈ കാലഘട്ടങ്ങളിൽ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായി എന്ന് വേണം. പല കേസുകളെയും പല വിഷയങ്ങളും പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. SNC ലാവലിനാണെങ്കിലും മറ്റനുബന്ധ കേസുകളാണെങ്കിലും എല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും എറണാകുളത്തെ UDF ക്യാമ്പ് വളരെയേറെ ആവേശത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.